നമ്മൾ വളരെ സൂക്ഷിച്ച് പെരുമാറുമ്പോഴും പൊട്ടിപ്പോകുന്ന ചില കാര്യങ്ങളെ എടുത്തു കളയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെ എങ്ങനെ റീയൂസ് ചെയ്യാമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണിത്. ക്രിസ്റ്റലിൻ്റെ ഒന്നാം തരം വൈൻ ഗ്ലാസ് പൊട്ടിപ്പോയി. ഇതിനെ കളയാനും തോന്നില്ല, കാരണം ഇങ്ങനെ പൊട്ടിയതുകൊണ്ട്. വേറെ രീതിയിൽ പൊട്ടുമായിരുന്നു നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ക്രിബ് ഉണ്ടാക്കാമെന്നുള്ള ആശയം വരുന്നത്. 1-2 സാധാരണ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു 5 മിനിറ്റ് ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. ആദ്യം ഒരു ഫയൽ പേപ്പറിന് ഗ്ലാസിൻ്റെ വാവട്ടത്തിനനുസരിച്ച് ഒരു റൗണ്ട് ബേസ് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയുള്ള കാർട്ടൂൺ ബോർഡ് ആണെങ്കിലും മതി. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഉണ്ണീശോയുടെയും മാതാവിൻ്റെയും യോസേപ്പിതാവിൻ്റെയും കൂടെയുള്ളതോ സിംഗിളായിട്ടുള്ളതോ ആയിട്ടുള്ള രൂപം എടുത്തിട്ട് അതിലോട്ട് ഫെവിക്കോൾ തേച്ച് ഈ പേപ്പറിലോട്ട് ഒട്ടിക്കുക. ഇതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മെറ്റലിൻ്റെ സ്റ്റാച്ചു ആണ്. ഇതിന് ഇച്ചിരി കനം കൂടുതലാണ്. അതേസമയം പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ലൈറ്റ് വെയിറ്റും ആയിരിക്കും, അവിടെ ഒട്ടിയിരുന്നോളുകയും ചെയ്തോളും. ഇതുപോലെ ഇരിക്കും, നല്ലോണം കൊട്ടിയിരിപ്പുണ്ട്. ഇനി നമുക്ക് പേപ്പറിൻ്റെ വട്ടത്തിൽ ഗ്ലൂ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബ്രോക്കൺ ആയിട്ടുള്ള ഗ്ലാസ് കമഴ്ത്തി ഇങ്ങനെ ഒട്ടിക്കുക പേപ്പറിലോട്ട്. അടുത്ത പണി നമ്മുടെ ഗ്ലാസ്സിനെ പൊട്ടിയ ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യം ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഫെവിക്കോൾ കൊണ്ട് 2 ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ നോക്കുകയാണ്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ അല്ലാത്ത കാരണം എനിക്ക് വേഗം ഇതിൻ്റെ കാല് ഇങ്ങോട്ട് ഒട്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫെവിക്കോൾ മാത്രമല്ല, ഞാൻ അതിൻ്റെ മേലിലായിട്ടൊരു പ്ലാസ്റ്ററും ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഈ പ്ലാസ്റ്ററിൻ്റെ ഭാഗം പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി അതിലൊരു ചെറിയ ഡെക്കറേഷൻ കൊടുക്കാം. ഇനി അതിൻ്റെ മേൽവശം കവർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ക്യാൻഡിൽ എടുത്ത് അതിനെ നമുക്ക് അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. ഫെവിക്കോളും കൊണ്ട് വേണേൽ ക്യാൻഡിൽ ഒട്ടിക്കാം. അതുപോലെ തന്നെ ഈ അടിവശം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചാലും മതി. ഇപ്പം നമ്മുടെ പണി ഏകദേശം തീർന്നു കഴിഞ്ഞു. ഇനി ഡെക്കറേഷൻ പോരെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. വൈറ്റ് സ്റ്റാർ ചേർത്ത് കഴിഞ്ഞപ്പോൾ തോന്നി മൊത്തം ഒരു വൈറ്റ് മയമാണെന്ന്. അതുകൊണ്ട് ഞാനൊരു ചുമന്ന സാധനത്തിനെ നോക്കി നടക്കുമായിരുന്നു. അങ്ങനെ ഈ സാധനം കിട്ടി. അപ്പോൾ അതിനെ അവിടെ ചേർത്തു. തന്നെയുമല്ല, ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞ് കുറച്ച് സ്പേസ് അവിടെ കവർ ചെയ്യാനുണ്ടായിരുന്നു. അതിനെ കവർ ചെയ്യാനും കൂടിയാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുൽക്കൂട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു.